അപ്പോൾ ഇനി നമ്മൾ 12ാമത്തെ ലെസനാണ് പഠിക്കാൻ പോകുന്നത്. പിയാനോയുടെ 12ാമത്തെ ലെസനാണ് സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള ലെസനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5ാമത്തെ ഫിംഗർ വെച്ച് പഠിച്ചത് റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡിൽ വരുന്ന 5 ഫിംഗർ വരുന്ന നോട്ടുകളാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ വരുമ്പോൾ C, B, A, G, F. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരയ്ക്കും G വരയ്ക്കുള്ള 4th ഫിംഗർ വരയ്ക്കുള്ള നോട്ടുകളാണ് ലെഫ്റ്റ് ഹാൻഡിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ F എന്നുള്ളത് 5th ഫിംഗർ കൂടെ വരുന്ന ലെസനാണെന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോട്ടുകൾ നിങ്ങൾ പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൈറ്റ് ഹാൻഡിലുള്ള 5th ഫിംഗർ പഠിച്ചു, G എന്നുള്ള നോട്ട്. ഇന്ന് ലെഫ്റ്റ് ഹാൻഡിൽ വരുന്ന 5th ഫിംഗറിൽ വരുന്നത് F എന്നുള്ള നോട്ടാണ് കേട്ടോ. ഇങ്ങോട്ട് F എന്നുള്ള നോട്ട് ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ആദ്യം വരുന്നത് ലെഫ്റ്റ് ഹാൻഡിൽ വരുന്ന നോട്ടുകൾ തന്നെയാണ്, ആ ലൈൻ കംപ്ലീറ്റ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ C, B, A, G ഫസ്റ്റ് ബാർ. രണ്ടാമത്തെ ബാറിൽ F എന്നുള്ളത് 2 ബീറ്റ്, G എന്നുള്ളത് 2 ബീറ്റ്. മൂന്നാമത്തെ ബാറിൽ B എന്നുള്ളത് 2 ബീറ്റ്, A എന്നുള്ളത് 2 ബീറ്റ്, G എന്നുള്ളത് 4 ബീറ്റ് ലെങ്ത് ഉള്ളത്. അപ്പോൾ ആദ്യം സ്ലോവിൽ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് ഞാൻ കൗണ്ട് ചെയ്ത് വായിച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് ബാർ 1, 2, 3, 4. സെക്കൻഡ് ബാർ 1, 2, 3, 4. തേർഡ് ബാർ 1, 2, 3, 4. ഫോർത്ത് ബാർ 1, 2, 3, 4. ഇനി ഇത് ഞാൻ നിർത്താതെ വായിക്കാം. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോകാം. നെക്സ്റ്റ് ലൈനിൽ എല്ലാം റൈറ്റ് ഹാൻഡ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതിലും റൈറ്റ് ഹാൻഡിൽ എല്ലാ ഫിംഗറും വരുന്നുണ്ട് കേട്ടോ. 5 ഫിംഗറും വരുന്ന നോട്ടുകളാണ്. അപ്പോൾ ആദ്യത്തെ ബാറ് C, D, E, F വരയ്ക്കലുണ്ട്, എല്ലാം ക്വാർട്ടർ നോട്ടാണ്. 1, 2, 3, 4. അടുത്ത ബാർ G എന്നുള്ളത് 2 ബീറ്റ്, C എന്നുള്ളത് 2 ബീറ്റ്. 1, 2, 3, 4. ഇനി തേർഡ് ബാറിൽ വരുന്നത് D എന്നുള്ളത് 2 ബീറ്റ്, E എന്നുള്ളത് 2 ബീറ്റ്. ഫോർത്ത് ബാർ C എന്നുള്ളത് 4 ബീറ്റ് ലെങ്ത്ത്. 1, 2, 3, 4. 1, 2, 3, 4. ഇനി ഞാൻ കൗണ്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്ലോയിൽ വായിക്കാം. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. ഇപ്പോൾ നമ്മൾ സ്ലോവിൽ 2 ലൈനും തനിയെ പഠിച്ചു. ഇനി 2 ലൈനും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇനി ഞാൻ 1, 2, 3 എന്ന് കൗണ്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ വായിച്ച സ്പീഡിൽ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് വായിക്കാം. ഇനി നമുക്കിത് കുറച്ച് ഫാസ്റ്റായിട്ട് വായിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചത് 1, 2, 3, 4. ഇനി നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് 1, 2, 3, 4 ഈ സ്പീഡിലൊന്ന് വായിക്കാം. അപ്പോൾ ആദ്യം ഞാൻ വായിക്കാം, പിന്നെ ഞാൻ കൗണ്ട് ചെയ്തിട്ട് വായിക്കണം കൂടെ കാണിച്ചു തരാം. ഇനി കൗണ്ട് ചെയ്ത് വായിക്കുമ്പോൾ 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് 5 ഫിംഗർ വരുന്ന റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും വരുന്ന നോട്ടുകളൂടെ എല്ലാം നിങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരിക. അതെല്ലാം നിങ്ങളിപ്പോഴും പഠിച്ചിട്ടില്ല, ഇപ്പോഴും നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും കൂടുതൽ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രം. അതല്ല നിങ്ങൾക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.